എൻ്റെ പേര് സലീന. പാലക്കാട് ജില്ലയിലെ ബുധലമട പഞ്ചായത്തിൽ രണ്ടങ്കഴ ആനക്കുഴിക്കാട്ടിൽ താമസിക്കുകയാണ്. ഞങ്ങൾ അമ്മയും മകളോടും ഞങ്ങൾക്ക് ആരുമില്ല. ഞങ്ങളുടെ സ്ഥലങ്ങൾ അയൽവാസികൾ കയ്യേറിയിട്ട് ഞങ്ങൾക്ക് സ്ഥലം തന്നവനെ മറിച്ച് വിറ്റിരിക്കുകയാണ്. അത് കാരണം ഞങ്ങൾക്ക് ആധാരപ്രകാരം വില്ലേജിൽ നികുതിയോ ഒന്നും തരുന്ന ഞങ്ങൾക്ക് അന്നും തരുന്നില്ല. ഞങ്ങളെ പല കാരണം കൊണ്ട് ഭീഷണിപ്പെടുത്തി ജനലും വാതിലും തട്ടിക്കൊണ്ട് കിടക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ തൊഴിലുമില്ല. എൻ്റെ അമ്മ വയ്യാത്തതാണ്, തളർന്ന് കിടക്കുകയാണ്. അത് കാരണം ടെൻഷൻ കൊണ്ട് തളർന്ന് കിടക്കുക. ആധാർ പ്രകാരമുള്ള നികുതികളോ വില്ലേജിൽ തണ്ടപ്പേരോ ഒന്നും തരില്ല. ഞങ്ങൾക്ക് നിയമസഹായം വേണം. എനിക്ക് ആരുമില്ല. അത് കാരണം എനിക്ക് സഹായം വേണം. അത് കാരണം എനിക്ക് നിയമസഹായം വേണം. ഞങ്ങളെ പിടിച്ച് തല്ലി, ആണുങ്ങൾ വീട്ടിൻ്റെ ഉള്ളിൽ വന്ന് ഞങ്ങളെ തല്ലി. അത് കേസായി 8 കൊല്ലം കേസ് നടന്നു. അത് വിധിയായി, ശിക്ഷയും വിധിച്ചു. നഷ്ടപരിഹാരം വിധിച്ചു. ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നിട്ടില്ല. ശിക്ഷ വിധിച്ചിട്ട് അവർ ജയിലിലേക്ക് പോയിട്ട് ഞാൻ പലവിടെയും പരാതി കൊടുത്തു. വനിതാ കമ്മീഷനിലും മുഖ്യമന്ത്രിക്കും ലീഗൽ സർവീസിലൊക്കെ കൊടുത്തു. ഞങ്ങൾക്ക് നിയമസഹായം അവിടെയും തരുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ പല പ്രാവശ്യം കൊടുത്തു. അവിടെയും ഞങ്ങൾക്ക് നിയമസഹായം കിട്ടുന്നില്ല. എല്ലാവിടെയും അവർ തടസ്സപ്പെടുത്തുകയാണ്. ഞങ്ങൾക്ക് നിയമസഹായം വേണം. ഞങ്ങളെ ജീവിക്കാൻ പറ്റുന്നില്ല. ജനലും വാതിലും തട്ടിയിട്ട് വേലിയൊക്കെ തുറന്ന് നമുക്ക് വേലി കെട്ടാൻ കൂടാതെ ഇവിടെ ആരും വരുന്നില്ല. എല്ലാവിടെയും തടസ്സപ്പെടുത്തി. 2011 ഞങ്ങളെ ഇവർ പരാതി കൊടുത്ത് ഞങ്ങളെ സ്റ്റേഷനിൽ എത്തിച്ചുകൊണ്ട് രജിസ്റ്റർ ഓഫീസിൽ ബുക്കിനെ കൊണ്ടുവന്ന് എൻ്റെ അടുത്തും എൻ്റെ അമ്മേൻ്റെ അടുത്തും അവിടെ വെച്ചിട്ട് ഒപ്പെടുത്തിയിരിക്കുകയാണ്. അതിൻ്റെ ശേഷമാണ് ഞങ്ങൾ ഒരുപാട് ഭീഷണിയായിരിക്കും. ഇപ്പം ഞങ്ങൾക്ക് ആധാരപ്രകാരം ഞങ്ങൾക്ക് വില്ലേജിൽ സ്ഥലമില്ല എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് തണ്ടപ്പേര് തരുന്നില്ല, നികുതി അടയ്ക്കുന്നില്ല. വില്ലേജുകാരും പഞ്ചായത്തും താലൂക്കിലും പോലീസ് സ്റ്റേഷനിൽ ഇവർക്ക് കൂട്ടാണ്. ഞങ്ങൾ കേസ് കൊടുത്ത് വക്കീലിന് വെച്ച് കേസ് കൊടുത്താൽ അവർ പൈസ മേടിച്ചിട്ട് കേസാണ് പറഞ്ഞ് 3-4 കൊല്ലമായി അവർ കേസെടുത്തിട്ടില്ല. ഒരു വിവരവുമില്ല. ചോദിക്കുമ്പോൾ കേസ് കെട്ടിക്കിടക്കുകയാണെന്നാണ് വക്കീലുമാർ പറയുന്നത്. ഞങ്ങൾക്ക് ഒരു ഇതുമില്ല. ഞങ്ങൾ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ വീടൊക്കെ തല്ലി പൊളിച്ച് ചോർന്നിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത്. ഞങ്ങൾക്ക് ഇരിക്കാൻ പെരയും കേസിലൊക്കെ ഇപ്പോൾ വീട് നിൽക്കുന്നത്. ഞാനൊരു അനാഥയാണ്. എനിക്ക് ആരുമില്ല. കല്യാണം കഴിഞ്ഞിട്ടില്ല, മക്കളാരുമില്ല. വയസ്സായ അമ്മനെയും വെച്ചിട്ട് എൻ്റെ അമ്മ കിടപ്പാണ്. അമ്മയുടെ കയ്യിൽ നിന്നും എൻ്റെ കയ്യിൽ നിന്നും കള്ളൊപ്പെടുത്ത കാരണം എൻ്റെ അമ്മ മരിച്ചു പറഞ്ഞ നാളേക്ക് ഞങ്ങൾക്ക് ഇരിക്കാൻ പെരയില്ല. ഞാൻ അനാഥയാവും. ഞാൻ എവിടെ പോകും? എനിക്ക് നിയമസഹായമാണ്. ഞാനൊരു അനാഥയാണ്. എനിക്ക് ആരുമില്ല. കല്യാണം കഴിഞ്ഞിട്ടില്ല, മക്കളാരുമില്ല. വയസ്സായ അമ്മനെയും വെച്ചിട്ട് എൻ്റെ അമ്മ കിടപ്പാണ്. അമ്മയുടെ കയ്യിൽ നിന്നും എൻ്റെ കയ്യിൽ നിന്നും കള്ളൊപ്പെടുത്ത കാരണം എൻ്റെ അമ്മ മരിച്ചു പറഞ്ഞ നാളേക്ക് ഞങ്ങൾക്ക് ഇരിക്കാൻ പെരയില്ല. ഞാൻ അനാഥയാവും. ഞാൻ എവിടെ പോകും? എനിക്ക് നിയമസഹായമാണ്. ഞങ്ങൾക്ക് സ്വത്തിനും ജീവനും ഭീഷണിയാണ്. എപ്പോൾ ഞങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റും. എന്ത് സംഭവിച്ചാലും അയൽവാസികൾ ഞങ്ങളെ ജീവിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് നിയമസഹായം ആരെങ്കിലും സഹായിക്കണം.